ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി, മെഡിസിൻ വകുപ്പുകളുടെ ശുപാർശയിലാണ് നടപടി. ഇന്നലെയാണ് തന്ത്രി റിമാൻഡിലായത്. ജയിലിൽ വെച്ച ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. വീണ, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ഈ തന്ത്രിയെ ചോദ്യം ചെയ്യലിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു തനിക്ക് ചില ദേഹാസ്വാസ്ഥ്യങ്ങളുണ്ട്, ചില അസുഖങ്ങളുണ്ട്, മരുന്നുകൾ കഴിക്കുന്ന ആളാണെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതിന് തൊട്ട് പിന്നാലെ ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു. നിലവിൽ ഈ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ഈ ഡോക്ടർമാർ, ഇദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ എന്താണ് പറയുന്നത്? ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? അശ്വതി, നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. കാരണം ICUവിലാണ്, മറ്റ് പരിശോധനകൾ നടക്കുകയാണ്. അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് അദ്ദേഹം രാവിലെ ഇന്ന് ജയിലിൽ വെച്ച്, കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്യുന്നത്, തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്, കോടതിയിൽ ഹാജരാക്കുന്നതൊക്കെ. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലം വരെ യാത്ര ചെയ്യുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ, അതിലുണ്ടായ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ, തുടർന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. രാത്രി ഉറക്കമില്ലായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് ജയിലിലെ ജീവനക്കാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. തുടർന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അധികൃതരോട് പറയുന്നത്. ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു, പരിശോധനകൾ നടത്തി. അതിൽ BP-യിലും ഒപ്പം തന്നെ ECG-യിലും വലിയ തരത്തിലുള്ള വ്യതിയാനങ്ങളൊന്നും ഉണ്ടായില്ല. തുടർന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള പരിശോധനയിൽ ഡ്രോപ്പ് ടെസ്റ്റ്, ആ ടെസ്റ്റിലാണ് ചില വ്യതിയാനങ്ങൾ കണ്ടത്. തുടർന്നാണ് വിദഗ്ധമായ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തെ അവിടെ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചു. തുടർന്ന് വിവിധ തരത്തിലുള്ള രക്തപരിശോധനകളും മറ്റു പരിശോധനകളും ഒക്കെ നടത്തി. പരിശോധനാ ഫലങ്ങളിൽ ചില പരിശോധനാ ഫലങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യരീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിരീക്ഷിക്കുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർമാർ ICUവിലേക്ക് മാറ്റിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർഡിയോളജിയുടെ ഒപ്പം തന്നെ മെഡിസിൻ വിഭാഗം വകുപ്പുകളുടെ, ആ വകുപ്പുകളിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ICUവിലേക്ക് മാറ്റിയിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ICUവിൽ കൂടുതൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും. ഒപ്പം തന്നെ ഓരോ നിമിഷങ്ങളിലും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന, അതായത് ഹൃദയമിടിപ്പിലടക്കം ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ചികിത്സയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചുമൊക്കെ ഡോക്ടർമാർ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള മാറ്റങ്ങളും ഒപ്പം തന്നെ അതനുസരിച്ചുള്ള ചികിത്സയുമായിരിക്കും അദ്ദേഹത്തിന് നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഹൃദയ സംബന്ധമായ ചികിത്സയ്ക്കാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയുകയും ചെയ്തു. ഇരു കാലുകളിലും നീരുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ, ജയിലിലെ അധികൃതർ കൃത്യമായി അദ്ദേഹത്തിനെ നിരീക്ഷിച്ചിരുന്നു എന്ന കാര്യത്തിൽ കൂടി സംശയം നിൽക്കുന്നു. കാരണം ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പറയുന്നു. ഇത്തരത്തിൽ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ടെസ്റ്റിൽ, പരിശോധനയിൽ വ്യതിയാനമുണ്ടെന്ന് പറയുന്നു. ആ രോഗിയെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് നടത്തിയാണ് വാഹനത്തിൽ കൊണ്ടുപോയത്. അങ്ങനെയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. വളരെ കുറച്ച് സ്ഥലമാണ് ഇത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ജനറൽ ആശുപത്രിയിൽ നിന്ന് മുന്നിലേക്ക് വാഹനം എത്തിക്കുന്നു. 2 ചുവടായാലും 4 ചുവടായാലും ഒരു ഹൃദ്രോഗിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗത്തിന് സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടുപോകുന്നതും ആരോഗ്യ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തെ നടത്തിക്കൊണ്ടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചതെന്നാണ് നമ്മൾ കണ്ടതാണ് അത്തരം കാഴ്ചകൾ. ഇപ്പോൾ അദ്ദേഹം ICUവിലാണ്. ആരോഗ്യനിലയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ശരി വീണ, വിവരങ്ങൾ വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ആരോഗ്യനിലയിൽ വരും മണിക്കൂറുകളിൽ മാത്രമേ എന്താണ് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. പരിശോധനാ ഫലം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാർഡിയോളജി വകുപ്പ് ഡോക്ടേഴ്സാണ് അദ്ദേഹത്തിനെ കിടത്തി ചികിത്സിക്കാൻ ഒരു ശുപാർശ വയ്ക്കുന്നത്. ഇന്നലെയായിരുന്നു തന്ത്രി റിമാൻഡിലായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തലസ്ഥാനത്ത് നിന്നും വീണ.